പ്രിയപ്പെട്ട കൂട്ടുകാരെ, എല്ലാവർക്കും NMP ഹിന്ദി ക്ലാസ് റൂമിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് 8ാം ക്ലാസ്സിലെ പിതാ കാ പ്രായശ്ചിത് എന്ന പാഠഭാഗത്തിൻ്റെ 2ാമത്തെ പാർട്ടാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തത് അരുൺ ഗാന്ധി തൻ്റെ പിതാവിൻ്റെ കൂടെ ടൗണിലേക്ക് പോകുന്നു. തൻ്റെ പിതാവിനെ മീറ്റിങ്ങിന് വേണ്ടിയിട്ട് ഒരു ഓഫീസിൻ്റെ മുന്നിൽ ഇറക്കി കൊടുക്കുകയും പിന്നീട് തങ്ങൾ യാത്ര ചെയ്ത വാഹനത്തെ ഒരു ഗാരേജിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് ജോൺബൻ എന്ന നായകൻ്റെ വെസ്റ്റേൺ ഫിലിം കാണാൻ പോവുകയും ചെയ്തു. സിനിമ കണ്ട് സമയം വൈകിക്കഴിഞ്ഞ അരുൺ ഗാന്ധി പെട്ടെന്ന് ഗാരേജിലേക്ക് ചെന്ന് വാഹനമെടുത്തുകൊണ്ട് അച്ഛൻ്റെ അടുത്തേക്ക് എത്തി. അപ്പോൾ സമയം 6 മണിയായിട്ടുണ്ടായിരുന്നു. 5 മണിക്ക് എത്താൻ വേണ്ടിയിട്ട് മകനെ പറഞ്ഞ് ഏൽപ്പിച്ചിരുന്നുവെങ്കിലും 1 മണിക്കൂർ ലേറ്റായിക്കൊണ്ടാണ് മകൻ വന്നത്. അതിൻ്റെ കാരണം തേടാനായി നിൽക്കുന്ന അച്ഛൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അരുൺ ഗാന്ധി ഒരു കള്ളം പറഞ്ഞു. ഗാരേജിൽ നിന്ന് ഈ വാഹനം കിട്ടാൻ അല്പം വൈകിപ്പോയതാണ്. പക്ഷേ അരുൺ ഗാന്ധി അറിയില്ലായിരുന്നു തൻ്റെ അച്ഛൻ ഗാരേജിലേക്ക് ഫോൺ ചെയ്തിട്ട് കാര്യങ്ങളെ മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന്. അവസാനം തൻ്റെ കള്ളം അച്ഛൻ മനസ്സിലാക്കിയെന്നറിഞ്ഞപ്പോൾ വളരെ നിസ്സഹായനായിക്കൊണ്ട് പിതാവിൻ്റെ മുഖത്തേക്ക് നോക്കുകയാണ് അരുൺ ഗാന്ധി. ആ സമയത്ത് ശിക്ഷിക്കുന്നതിന് പകരം ശാന്ത സ്വരത്തിൽ മണിലാൽ ഗാന്ധി അരുൺ ഗാന്ധിയോട് പറഞ്ഞു, എൻ്റെ മകൻ തെറ്റ് ചെയ്തിരിക്കുന്നു, പക്ഷേ അതിൻ്റെ ഉത്തരവാദി നീയല്ല, ഞാൻ തന്നെയാണ്. തൻ്റെ അച്ഛൻ എന്താണ് പറയുന്നതെന്ന് മനസ്സിലാവാതെ മകൻ അച്ഛൻ്റെ മുഖത്തേക്ക് നോക്കുകയാണ്. അച്ഛൻ തുടർന്നു, നിന്നെ വളർത്തി വലുതാക്കുന്നതിനിടയിൽ ജീവിതത്തിൽ സത്യത്തിൻ്റെ മൂല്യം എന്താണ്, സത്യം പറഞ്ഞ് പഠിപ്പിക്കാനുള്ള അല്ലെങ്കിൽ സത്യത്തിൻ്റെ ആത്മവിശ്വാസം പകരാൻ എനിക്ക് സാധിച്ചില്ല. അതുകൊണ്ടാണ് നീ കള്ളം പറഞ്ഞത്. തെറ്റുകാരൻ നീയല്ല, എൻ്റെ പോരായ്മ തന്നെയാണ് നിന്നെ സത്യം പറയാൻ പഠിപ്പിച്ചില്ല എന്നത്. ഇത് പറഞ്ഞുകൊണ്ട് അച്ഛൻ പറഞ്ഞു, ഇതിനുള്ള ശിക്ഷ ഏറ്റെടുക്കേണ്ടത് ഞാൻ തന്നെയാണ്. അതുകൊണ്ട് ഇവിടെ നിന്ന് ഏകദേശം 18 കിലോമീറ്റർ ദൂരമുള്ള നമ്മുടെ വീട്ടിലേക്ക്, നമ്മുടെ ആശ്രമത്തിലേക്ക് ഞാൻ ഈ റോട്ടിലൂടെ നടന്ന് യാത്ര ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു. മകൻ പറഞ്ഞു, അച്ഛ, ഇനി ഞാൻ എൻ്റെ ജീവിതത്തിൽ കള്ളം പറയില്ല. അച്ഛൻ ഈ തവണത്തേക്ക് എന്നോട് ക്ഷമിക്കണം. അച്ഛൻ വന്ന് വണ്ടിയിൽ കയറണമെന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു, ഇല്ല, ഇതെൻ്റെ തീരുമാനമാണ്. എൻ്റെ മകൻ ഇനി ജീവിതത്തിൽ കള്ളം പറയാൻ പാടില്ല എന്ന് തീരുമാനിച്ചുറച്ചുകൊണ്ട് അദ്ദേഹം നടക്കാൻ തീരുമാനിച്ചു. മകൻ്റെ നിർബന്ധത്തിന് വഴങ്ങാതെ മുന്നിൽ നടന്നുകൊണ്ടിരിക്കുന്ന അച്ഛൻ വിജനമായ പ്രദേശത്തിലൂടെയാണ്, പൊട്ടിപ്പൊളിഞ്ഞ റോട്ടിലൂടെയാണ് കോട്ടും സൂട്ടും ധരിച്ച ഒരു വ്യക്തി നടന്നുകൊണ്ടിരിക്കുന്നത്. തൻ്റെ വാക്കുകൾ അച്ഛൻ കേൾക്കില്ലെന്ന് ഉറപ്പായപ്പോൾ അച്ഛൻ്റെ തൊട്ടുപിറകെ വെളിച്ചം കാണിച്ചുകൊണ്ട് വളരെ സ്ലോവിൽ വാഹനം ഓടിച്ചു വന്നു അരുൺ ഗാന്ധി. ആ പോകുന്ന സമയത്ത് അരുൺ ഗാന്ധി ചിന്തിക്കുന്നത് ഇതാണ്, താൻ ചെയ്ത തെറ്റിനാണ് അച്ഛൻ ഈ ശിക്ഷ ഏറ്റെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഇല്ല, ഇനി ഒരിക്കലും തൻ്റെ ജീവിതത്തിൽ ഞാൻ കള്ളം പറയില്ല. അതുപോലെ തന്നെ അരുൺ ഗാന്ധി പറയുന്നു, ഈ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഈ സംഭവം ഇപ്പോഴും ഇന്നലെ നടന്നതുപോലെയാണ് എൻ്റെ മനസ്സിൽ തെളിയുന്നത്. ഒരു പക്ഷേ മറ്റുള്ള രക്ഷിതാക്കളെ പോലെ തൻ്റെ അച്ഛൻ തന്നെ അന്ന് ശിക്ഷിക്കുകയാണ് ചെയ്തിരുന്നതെങ്കിൽ ഒരു പക്ഷേ ആ വേദന കഴിഞ്ഞതിന് ശേഷം ഞാൻ വീണ്ടും കള്ളം പറയുമായിരുന്നു. എന്നാൽ തൻ്റെ അച്ഛൻ കാണിച്ചു തന്ന മാതൃക അതല്ല. 5.5 മണിക്കൂറോളം സമയം താൻ ചെയ്ത തെറ്റിനു വേണ്ടി അച്ഛൻ ആ വിജനമായ പ്രദേശത്തിലൂടെ നടന്നു പോയിട്ടുണ്ട് എങ്കിൽ ആ കാണിച്ചു തന്ന മാതൃക അതൊരു അഹിംസാത്മകപരമായ മാതൃകയായിരുന്നു. ഇത് തന്നെയാണ് അഹിംസയുടെ ശക്തി എന്ന് പറയുന്നതും. ആരെയും വേദനിപ്പിക്കാതെ മറ്റുള്ളവരെ തിരുത്താനുള്ള അഹിംസയുടെ ശക്തി എന്ന് പറയുന്നത് അത് അപാരം തന്നെയാണ്. അരുൺ ഗാന്ധി പറയുന്നു, ഈ ഒരു സംഭവം എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരിക്കലും മറക്കുകയില്ല. അച്ഛൻ്റെ ഈ മാതൃക
ഈ അഹിംസാപരമായ മാതൃക അത് ഇന്നും എൻ്റെ മനസ്സിൽ കുടികൊള്ളുക തന്നെയാണ് ചെയ്യുന്നത്. ഇത്രയുമാണ് ഈ പാഠഭാഗത്ത് ചർച്ച ചെയ്യുന്നത്. നമുക്കിനി ആ ഭാഗം കൂടി പഠിക്കാനായി പോകാം. അപ്പോൾ അരുൺ ഗാന്ധി തൻ്റെ പിതാവിനോട് കള്ളം പറയുന്ന സമയത്ത് അദ്ദേഹത്തിനൊരല്പം പോലും ഊഹമുണ്ടായിരുന്നില്ല തൻ്റെ പിതാവ് വാസ്തവികത മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന്. നോക്കൂ, അദ്ദേഹം പറയുന്നത് മുझे, എനിക്ക്, മേം പ്ലസ് കോ, മുജ്കോ എന്നും മുझे എന്നും പറയാറുണ്ട്. എനിക്ക് ഇസ് ബാത്ത് ക, ഈ കാര്യത്തിൻ്റെ, കോയി യാതൊരു അന്താസ നഹീ ഥ, ഊഹം പോലും ഉണ്ടായിരുന്നില്ല, ഞാൻ ഇങ്ങനെ ചിന്തിക്കുക പോലും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കി, എന്തെന്നാൽ, പിതാജി, അച്ഛൻ, പെഹ്ലെ ഹി, നേരത്തെ തന്നെ, മുമ്പേ തന്നെ, ഗാരേജ് കോ ഫോൺ കർ, ഗാരേജിലേക്ക് ഫോൺ കർ ചുക്കേതേ, ഫോൺ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നും, അസലിയത്ത് സെ, യാഥാർത്ഥ്യത്തോട് അല്ലെങ്കിൽ ആ യാഥാർത്ഥ്യത്തെ, എന്താണ് സത്യത്തിൽ നടന്നത് എന്ന യാഥാർത്ഥ്യത്തെ, വാക്കിഫ് ധേ, അറിയുന്നവനായിരുന്നു, ശരിക്കും മനസ്സിലാക്കിയവരായിരുന്നു എന്നുള്ള കാര്യം ഞാൻ ചിന്തിക്കുക പോലും ഉണ്ടായിരുന്നില്ല. അങ്ങനെ എനിക്ക് ചിന്തിക്കാനേ പറ്റിയിരുന്നില്ല. വേ, അദ്ദേഹം, ഇവിടെ നോക്കൂ, നിങ്ങളൊരു സൈഡ് ബോക്സ് നൽകിയിട്ടുണ്ട്. ഈ പാഠഭാഗത്തിലെ അഭ്യാസങ്ങൾ നമ്മളൊരു വീഡിയോ രൂപത്തിൽ തന്നെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അത് അടുത്ത വീഡിയോ നിങ്ങൾക്ക് ഈ പാഠഭാഗത്തിലെ ക്വസ്റ്റ്യൻ ആൻസറുകളെ വിശദീകരിക്കുന്നതായിരിക്കും. ആ സമയത്ത് നമുക്കത് വിശദീകരിക്കാം. വേ, അദ്ദേഹം, അച്ഛൻ, മേരെ, എൻ്റെ, झूठ को, കള്ളത്തെ, ജാൻ ചുക്കേതേ, അറിഞ്ഞിട്ടുണ്ടായിരുന്നു, മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. പർ പക്ഷേ, ബോലെ, അദ്ദേഹം പറഞ്ഞു, ജിസ് തരഹ് സെ, ഏത് തരത്തിലാണോ, മേംനെ, ഞാൻ, തുമേം, നിങ്ങളെ എന്ന് പറഞ്ഞാൽ നിന്നെയും നിന്റെ സഹോദരിയെയും ഒക്കെ, മക്കളാകുന്ന നിങ്ങളെ, ബഡാ കിയാ ഹെ, വലുതാക്കിയത്, വളർത്തി വലുതാക്കിയത്, ഉസ്നേം, അതിൽ, ആ വളർത്തിയതിൽ, മുജ്സേ കോയി ഭാരി ചൂക്ക് ഹുയി ഹെ, എന്നിൽ നിന്ന്, കോയി, ഏതോ, ഭാരി ചൂക്ക് ഹുയി ഹെ, ഒരു ഭാരിച്ച മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ, ഇദ്ദേഹം പറഞ്ഞ കള്ളം അച്ഛന് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് അച്ഛൻ പറഞ്ഞു, നിങ്ങളെ ഞാൻ വളർത്തി വലുതാക്കിയതിൽ എനിക്കൊരു മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ട്. എന്താണത്? മേനെ, ഞാൻ, തുമ്മേം, നിങ്ങളെ, സച്ച്, സത്യം, ബോൽനെ കാ ആത്മവിശ്വാസ് നഹി ദിയാ ഹെ, എപ്പോഴും സത്യം പറയണമെന്നുള്ള ആത്മവിശ്വാസ് നഹി ദിയാ ഹെ, ആത്മവിശ്വാസം നൽകിയിട്ടില്ല. ഞാൻ നിങ്ങൾക്ക് ഭക്ഷണം തന്നു, വസ്ത്രം തന്നു, അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തു തന്നു എന്നല്ലാതെ ഒരിക്കലും ജീവിതത്തിൽ കള്ളം പറയരുത്, എപ്പോഴും സത്യം മാത്രമേ പറയാൻ പാടുള്ളൂ എന്നുള്ള ആ കോൺഫിഡൻസ് നിങ്ങൾക്ക് ഞാൻ നൽകിയില്ല. അത് എൻ്റെ തെറ്റാണ്. അതുകൊണ്ട് എൻ്റെ മകൻ ഇപ്പോൾ പറഞ്ഞ കള്ളം അത് എൻ്റെ പിഴവ് കൊണ്ട് സംഭവിച്ചതാണ് എന്ന് പറഞ്ഞുകൊണ്ട് സ്വയം ആ തെറ്റ് ഏറ്റെടുക്കുകയാണ്. എന്നിട്ട് അബ്, ഇനി, മേം, ഞാൻ, ഗർ തക് കി 18 മീൽ, വീട്ടിലേക്കുള്ള 18 മീൽ, 18 കിലോമീറ്റർ, അതായത് വീട്ടിലേക്ക് ഈ ടൗണിൽ നിന്ന് 18 കിലോമീറ്റർ ദൂരമുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് വീട്ടിലേക്കുള്ള 18 കിലോമീറ്റർ ദൂരം, പൈതൽ ചൽ കർ ഹി, കാൽനടയായി നടക്കാൻ തന്നെ, തൈ കരൂങ്ക, ഞാൻ തീരുമാനിക്കുകയാണ്. നീ പറഞ്ഞ കള്ളത്തിന് പരിഹാരമായിക്കൊണ്ട് ശിക്ഷ ഞാൻ സ്വയം ഏറ്റെടുക്കുകയാണ്. ആ ശിക്ഷ എന്ന രീതിയിൽ ഇവിടെ നിന്ന് നമ്മുടെ വീട്ടിലേക്കുള്ള 18 കിലോമീറ്റർ ദൂരം ഞാൻ കാൽനടയായി യാത്ര ചെയ്യാൻ തീരുമാനിക്കുകയാണ്. യഹ് കഹ്തേ ഹുയേ, ഇതും പറഞ്ഞുകൊണ്ട്, സൂട്ട് ബൂട്ട് പെഹനെ, നല്ല സ്യൂട്ടും ബൂട്ടുമൊക്കെ ധരിച്ച, പിതാജീനെ, പിതാവ്. അപ്പോൾ നോക്ക്, നിങ്ങൾ ഇവിടെ മനസ്സിലാക്കേണ്ടത്,
വലിയൊരു മീറ്റിങ്ങിൽ പങ്കെടുത്തുകൊണ്ട് തിരിച്ചു വരികയാണ്. ആ മീറ്റിങ്ങിന് അനുയോജ്യമായ വേഷങ്ങളൊക്കെ ധരിച്ചിട്ടാണ് പിതാവ് നിൽക്കുന്നത്. ഏതെങ്കിലും ഒരു സാധാരണക്കാരൻ ലുങ്കിയും അതുപോലെ തന്നെയുള്ള വേഷമൊക്കെ ധരിച്ചുകൊണ്ട് നടന്നു പോകുന്ന പോലെയല്ല. കണ്ടാൽ തന്നെ വലിയ ഒരു ഉദ്യോഗസ്ഥനാണെന്ന് തോന്നിക്കുന്ന ഒരു വേഷമാണുള്ളത്. അത്തരം ഒരാള് നടു റോട്ടിലൂടെ നടന്നുകൊണ്ട് യാത്ര ചെയ്യുന്ന ഒരു രീതിയാണ് ഇവിടെ പരിചയപ്പെടുത്തുന്നത്. അതാണ് സ്യൂട്ടും ബൂട്ടും ധരിച്ചിട്ടുള്ള പിതാജീനെ അച്ഛൻ ചൽന ശുരൂക്കിയ, നടക്കാൻ ശുരൂക്കിയ ആരംഭിച്ചു. അന്ധേര ഹോ ചുകാഥ, ഇരുട്ട് ആയിത്തീർന്നിട്ടുണ്ടായിരുന്നു. മാത്രമല്ല ജ്യാദാതർ രാസ്ത, അധിക വഴിയും, ആ പോകാനുള്ള 18 കിലോമീറ്ററിൽ അധികം വഴിയും കച്ചാഥ, പൊട്ടിപ്പൊളിഞ്ഞതായിരുന്നു. സടക്, റോഡാണെങ്കിലോ സുൻസാൻ ധി, നിശബ്ദമായിരുന്നു. വിജനമായ പ്രദേശത്തിലൂടെയാണ് റോഡ് പോകുന്നത്, അതുകൊണ്ട് നിശബ്ദമായ അന്തരീക്ഷമായിരുന്നു. മാത്രമല്ല വഹാം, അവിടെ, കോയി റോഷ്നി ഭി, യാതൊരു റോഷ്നി ഭി, പ്രകാശം പോലും നഹീധി, ഉണ്ടായിരുന്നില്ല. മേം, ഞാൻ, പിതാജിക്കോ, അച്ഛനെ, അക്കേല, ഒറ്റക്ക്, നഹി ചോട് സക്താത. ഇവിടെ മേം എന്നതിനിക്ക് എനിക്ക് എന്നർത്ഥം വെക്കണം, സക്കിന എന്ന് വന്നതുകൊണ്ട് മേം എനിക്ക്, പിതാജിക്കോ, അച്ഛനെ, അക്കേല, ഒറ്റക്ക്, നഹി ചോട് സക്താത, ഒറ്റക്ക് വിടാൻ കഴിയുമായിരുന്നില്ല. എങ്കിൽ അച്ഛൻ നടന്നു വന്നോളൂ, ഞാൻ വണ്ടിയിൽ പോകാമെന്ന് പറഞ്ഞു വരാനുള്ള ഒരു മനസ്സല്ല എനിക്കുണ്ടായിരുന്നത്. അച്ഛൻ മുന്നിൽ നടക്കുമ്പോൾ വാഹനവുമായി ഞാൻ പിറകെ തന്നെ അച്ഛന് വെളിച്ചം കാണിച്ചുകൊണ്ട് ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. ഇസ്ലിയെ, അതുകൊണ്ട് 5.5 ഘണ്ടെ, 5 എന്ന് പറഞ്ഞാൽ 5, അതിൻ്റെ മുന്നേ 5.5 എന്ന് വരുമ്പോൾ അര, 5.5 ഘണ്ടെ, മണിക്കൂർ. അപ്പോൾ നോക്കൂ നിങ്ങൾ, 5.5 ഘണ്ടെ തക്ക്, ഏകദേശം 5.5 മണിക്കൂർ വരെ മേം, ഞാൻ, ഉൻകെ പീച്ചെ, അദ്ദേഹത്തിൻ്റെ പിറകിൽ, അതാണ് പീച്ചെ പീച്ചെ എന്ന് പറയുമ്പോൾ രണ്ടെണ്ണം ഒരുമിച്ച് കൊടുക്കുമ്പോൾ തൊട്ടുപിറകിൽ എന്നർത്ഥം. ഉൻകെ പീച്ചെ പീച്ചെ, അദ്ദേഹത്തിൻ്റെ തൊട്ടുപിറകിൽ, ധീമി ഗദീസെ, വളരെ സ്ലോവിൽ, ധീമി എന്ന് പറഞ്ഞാൽ പതുങ്ങിയ എന്നർത്ഥത്തിലാണ്, വളരെ സ്ലോവിൽ, അതാണ് ധീമി ഗദീസെ, വളരെ സ്ലോ ഗതിയിൽ, ആ സ്ലോ ആയിട്ട് കാർ ചലാത്താരഹ, കാർ ഓടിച്ചു കൊണ്ടിരുന്നു. അവർ മാത്രമല്ല മേരെ ഝൂട്ട് പർ, എൻ്റെ തെറ്റിന്, എൻ്റെ കളവിന്, പിതാജിക്കോ പ്രായശ്ചിത് കർത്തേ ഹുയേ ദേഖ്താ രഹാ, അച്ഛനെ പ്രായശ്ചിത്തം ചെയ്യുന്നതായിട്ടാണ് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ ചെയ്ത തെറ്റിന് അച്ഛൻ പ്രായശ്ചിത്തം ചെയ്യുന്നതായിട്ടാണ് എനിക്ക് കാണാൻ കഴിഞ്ഞുകൊണ്ടിരുന്നത്. ഉസ് ദിൻ, ആ ദിവസം, മേനെ, ഞാൻ, ജീവൻ കാ, എൻ്റെ ലൈഫിലെ, എൻ്റെ ജീവിതത്തിലെ, ഏക്ക് അഹം നിർണയ്, ഒരു ശക്തമായ തീരുമാനം, ഒരിക്കലും മുറിഞ്ഞു പോകാത്ത ഉറച്ച തീരുമാനം ലിയ, എടുത്തു. മാം, ഞാൻ, കഭി ഭി, ഒരിക്കലും, ഝൂട്ട് നഹി ബോലൂങ്ക, എൻ്റെ ജീവിതത്തിൽ കള്ളം പറയില്ല എന്നുള്ള ഒരിക്കലും മുറിയാത്ത ശക്തമായ ഒരു തീരുമാനം ഞാൻ അവിടെ നിന്ന് എടുത്തു. ആ വാഹനത്തിൽ ഇരുന്നു കൊണ്ട് അങ്ങനെ ഒരു തീരുമാനം എനിക്കെടുക്കാൻ കഴിഞ്ഞു. മേം, ഞാൻ, അക്സർ, മിക്കവാറും, ഇസ് ഘടന കെ ബാരെ മേ സോച്താ ഹൂം, എൻ്റെ ജീവിതത്തിൽ ഞാൻ മിക്ക സമയത്തും ഇസ് ഘടന കെ ബാരെ മേ, ഈ സംഭവത്തെക്കുറിച്ച് സോച്താ ഹൂം, ചിന്തിക്കുന്നു. അഗർ, അഥവാ പിതാജീനെ, എൻ്റെ അച്ഛൻ, മുझे, എന്നെ, അന്യ പാലകോം കി, മറ്റുള്ള പാലകോം കി, രക്ഷിതാക്കളെ പോലെ, പാലകോം കി, രക്ഷിതാക്കളെ, തരഹ് എന്ന് പറയുന്നത് പോലെ, അപ്പം അന്യ പാലകോം കി തര, മറ്റുള്ള രക്ഷിതാക്കളെ പോലെ, സസാദി ഹോത്തി തോ, ശിക്ഷ നൽകിയിരുന്നുവെങ്കിൽ, കള്ളം പറഞ്ഞതിന് അടിക്കുകയോ മറ്റോ ചെയ്തിരുന്നുവെങ്കിൽ, ക്യാ മേനെ കോയി സബക് സിഖാ ദേ ഹോത്ത, ഞാൻ അതിൽ നിന്നും വല്ല സബക്, വല്ല ഗുണപാഠവും സീഖ ഹോത്ത, പഠിക്കുമായിരുന്നു. എനിക്ക് ആ ഒരു ശിക്ഷ കിട്ടുമ്പോൾ, ഞാൻ ആ വേദന കഴിയുമ്പോൾ വീണ്ടും ഞാൻ ഒരു പക്ഷേ കള്ളം പറഞ്ഞേക്കാം. പക്ഷേ ഞാൻ ഇന്ന് പഠിച്ച പോലുള്ള ഒരു ഗുണപാഠം എൻ്റെ അച്ഛൻ അന്ന് ശിക്ഷയാണ് നൽകിയിരുന്നെങ്കിൽ എനിക്ക് പഠിക്കാൻ കഴിയുമായിരുന്നില്ല. അതാണ് ക്യാ, എന്താ, മേനെ കോയി സബക് സിഖ ഹോത്ത, എനിക്ക് എന്തെങ്കിലും ഒരു പാഠം, ഗുണപാഠം അതിൽ നിന്ന് പഠിക്കാൻ കഴിയുമായിരുന്നോ? ഷായദ്, ഒരു പക്ഷേ, നഹി, ഇല്ല. സസാ രഹ്നെ കെ ബാദ്, അങ്ങനെ ശിക്ഷയൊക്കെ രഹ്നെ കെ ബാദ് ബി, കഴിഞ്ഞതിൻ്റെ ശേഷം, ഷായദ്, ഒരു പക്ഷേ, ഝൂട്ട് ബോൽനെ കി അപ്നി ആദത്ത്, കള്ളം പറയാനുള്ള
അപ്നി ആദത്ത്, തൻ്റെ ആ ശീലം നെഹി ബദൽത്തി ഹോത്തി, ഒരു പക്ഷേ മാറിപ്പോവുമായിരുന്നില്ല. ആ വേദന കഴിഞ്ഞാൽ വീണ്ടും ഞാൻ കള്ളം പറയുമായിരുന്നു എന്നെ ശിക്ഷിച്ചിരുന്നുവെങ്കിൽ. പക്ഷേ അങ്ങനെയല്ല ചെയ്തത്. പരന്തു പക്ഷേ ഇസ് അഹിംസക് ഘടന, ഈ അഹിംസാപരമായ സംഭവം, അതായത് വേദനിപ്പിക്കാതെ മറ്റുള്ളവരെ തിരുത്തുന്ന ഈ ഒരു പെരുമാറ്റം, ഈ സംഭവം മേരെ ഊപ്പർ, എൻ്റെ മേൽ ബഹുത് ഗഹര അസർ ഹുവ, വളരെ ആഴത്തിലുള്ള സ്വാധീനമാണ് ഉണ്ടാക്കിയത്, ഇൻഫ്ലുവൻസ് ആണ് ഉണ്ടാക്കിയത്. മുझे लगता है, എനിക്ക് തോന്നുന്നു, ജയ്സെ എപ്രകാരമെന്നാൽ യഹ് ഘടന, ഈ സംഭവം കൽ ഹി ഘടി ഹോ, കൽ ഹി ഇന്നലെ തന്നെ, ഘടിഹോ സംഭവിച്ചതാണെന്ന് എനിക്ക് ഇപ്പോഴും തോന്നുന്നു. സംഭവിച്ചിട്ട് വർഷങ്ങളായിട്ടുണ്ട്. പക്ഷേ ആ ഒരു സംഭവത്തിൻ്റെ സ്വാധീനം എത്രത്തോളമാണ് എൻ്റെ മനസ്സിൽ ചിന്തിക്കുമ്പോൾ അത് ഇന്നലെ സംഭവിച്ചതുപോലെയാണ് എനിക്ക് തോന്നുന്നത്. അഹിംസാക്കി യഹി ശക്തി ഹേ, ഇത് തന്നെയാണ് അഹിംസയുടെ ശക്തി. അഹിംസാക്കി ശക്തി യഹി ഹേ, അഹിംസയുടെ ശക്തി എന്ന് പറയുന്നത് യഹി ഹേ, ഇത് തന്നെയാണ്. ആരെയും വേദനിപ്പിക്കാതെ നിഷ്കളങ്കമായ രൂപത്തിൽ പെരുമാറിക്കൊണ്ട് അവരുടെ തെറ്റിനെ തിരുത്തുക എന്നത് തന്നെയാണ് അഹിംസയുടെ ശക്തി. ഇതാണ് നമ്മുടെ ഈ പാഠഭാഗത്തിൽ പറയുന്ന ഏറ്റവും നല്ല ഗുണപാഠം. ഇത്രയുമാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ചർച്ച ചെയ്യുന്നത്. ഇനി പാഠത്തിൻ്റെ അഭ്യാസ ഭാഗം നമുക്ക് മറ്റൊരു വീഡിയോയിൽ ചെയ്യാം. എല്ലാവരും ഈ ഭാഗം നല്ല പോലെ പഠിക്കാൻ ശ്രമിക്കുക. ഓൾ ദ ബെസ്റ്റ്. ധന്യവാദ്.